എൻ്റെ യാത്ര മൂകാംബികയിലേക്കായിരുന്നു. അവിടെ സൗപർണിക നദിയിൽ കുളിച്ചു തൊഴുതു. ഇതാണ് സൗപർണിക നദി. എത്ര മനോഹരമാണ് കാണാനൊക്കെ ആയിട്ട്. നിറയെ കാഴ്ചകളാണ് അവിടെ. ഒരുപാട് ആൾക്കാരുണ്ട്. പപ്പയും ഞാനും മോനും കൂടിയാണ് ഞങ്ങൾ മൂകാംബികയിലേക്കുള്ള യാത്ര. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി സാരിയൊക്കെ കൊടുത്ത് മൂകാംബികയിലേക്ക് പോയി. ഇത് മൂകാംബികയുടെ കവാടാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് യാത്ര ചെയ്യാൻ. ഞങ്ങൾ കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങി ഞങ്ങളൊരു ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ മുല്ലപ്പൂ മേടിച്ചോടും. അകത്തെ തിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് സുഖമായി തൊഴാനായിട്ട് മൂകാംബിക അമ്മയുടെ ഫോട്ടോ ഉണ്ട്. ഞങ്ങളൊരു വൈകുന്നേരമാണ് അവിടെ ചെന്നതിന് ശേഷം അവിടെ മുറിയെടുത്ത് താമസിച്ച് രാവിലെയും വന്ന് ഉച്ചയ്ക്കും പോകും. അങ്ങനെ 3 നേരം പോകും. ഇതാണ് കൊടിമര. അവിടെ കൊടിമരല്ല, ദീപം കുളത്തി വെച്ച ദീപമാണ്. ദീപം എന്ത് ഭംഗിയാണ്, എന്ത് പൊക്കാന്ന് നോക്കി. സന്ധ്യയ്ക്ക് അവിടെ ദീപം കൊളുത്തി വെച്ചതാണ്. അതായത് നെയ്ത്തിരി കത്തിച്ചത്. ഇതിലെല്ലാം ചുറ്റി നടന്ന് ഞാൻ പ്രദക്ഷിണമൊക്കെ വെച്ച് മൂകാംബികയിലെ പ്രസാദമൊക്കെ വാങ്ങി ഇത് മൂകാംബികയിലെ രഥമാണ്. ഈ രഥോത്സവത്തിന് ഞാൻ നേരത്തെ ഒക്കെ വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വന്നെന്ന് വിചാരിച്ചു വന്നതാണ്. എന്തായാലും സന്തോഷമായി. തിരക്ക് കുറവായതുകൊണ്ട് ഏറ്റവും സന്തോഷം. കുന്നൂർ മൂകാംബിക ക്ഷേത്രം. ഇവിടെ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടക്കണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് പിടിച്ചില്ല. ഒരു സൂര്യ ടി വിയിലുള്ള ഒരു മൂകാംബികാദേവിയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അത് പിടിച്ചില്ല. പിന്നെ അയ്യപ്പ ഭക്തരൊക്കെ ഉണ്ട്. ഇത് സൗപർണിക നദിയാട്ടോ. ഇവിടെ കുളിച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. കുരങ്ങന്മാരുണ്ട് കേട്ടോ. നമ്മളെന്ത് പുറത്ത് വെച്ചാലും അപ്പം എടുത്തുകൊണ്ട് പോകും. വളരെ ശ്രദ്ധിക്കും. പിന്നെ മത്സ്യമുണ്ട്. നിറയെ. എന്ത് ഭംഗിയാണെങ്കിൽ നമ്മുടെ കാലയിൽ വന്ന്